ഹലോ, എന്നൊരു 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കാണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് കേക്കാണ്. ബാർബി തീമിലാണ് കേട്ടോ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ക്രീം വെച്ച് കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാർബി തീമിന് വേണ്ടിയിട്ട് ബാർബിയുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്ക് ഫുള്ളായിട്ട് ഞാൻ വൈറ്റ് ക്രീമിലാണ് ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറേ ഡോട്ട് കൊടുത്തിട്ട് ടോപ്പ് ഭാഗം നമ്മളങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അടിയിലോട്ട് പിന്നെ നോർമലി നമ്മൾ കാണാറ് റോസറ്റയുടെ ഡിസൈൻ ആണല്ലോ. അപ്പോൾ അത് അതുപോലെ തന്നെ റോസറ്റയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് റോസറ്റയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ള് പ്ലെയിൻ ആവുമ്പോൾ ഒരു രസമില്ലല്ലോ, കുറച്ച് കുത്തും കോമയൊക്കെ വേണമല്ലോ. അതിനായിട്ട് ബ്ലൂ കളർ ക്രീമിൽ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഈ വൈറ്റ് ആൻഡ് ബ്ലൂ എന്നുള്ളത്. അപ്പോൾ ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ബോർഡറിലായിട്ട് ഇങ്ങനെ റോസറ്റയുടെ ഡിസൈൻ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ റോസിലും ഇതുപോലെ ബ്ലൂ കളറിലുള്ള ഡോട്ടുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഇവാനി എന്നായിരുന്നു കേട്ടോ മോളുടെ പേര്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോ പ്രിൻറ്റും കൂടി ഉണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ് കേട്ടോ. ചെറിയ പ്രിൻ്റാണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അളവ് കൊടുത്തതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പോൾ ആ പ്രിൻ്റൊക്കെ ഞാനിങ്ങനെ ബോർഡറിലായിട്ട് അടിഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി. കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആള് സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെയാണ് ഇത്. ഞാൻ ഈ സെയിം ഡിസൈൻ വേറൊരു കേക്കിൽ വേറെ കളർ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കേക്കിൻ്റെ ഫോട്ടോ കൂടി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് കേക്കിൻ്റെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.